ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു അടിപൊളി സ്വീറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്യാരറ്റ് കൊണ്ടുള്ള ലഡു. ഇടയ്ക്കൊക്കെ ഒരു സ്വീറ്റ് കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ ക്യാരറ്റ് ലഡു. ക്യാരറ്റ് ലഡു ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. ക്യാരറ്റ് ലഡു ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പശുവിൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊന്നും എടുക്കണ്ട കേട്ടോ, നെയ്യ് തന്നെ വേണേ, അപ്പോഴാണ് നമ്മുടെ ലഡുവിന് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഈ നെയ്യിലേക്ക് നമുക്ക് കശുവണ്ടി പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ കശുവണ്ടി പരിപ്പ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മുടെ ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നെയ്യിൽ കിടന്നിട്ട് തന്നെ ഇത് വഴന്ന് വരണം, അതാ നെയ്യ് തന്നെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഇതിലേക്ക് മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് വറുത്ത് കോരി മാറ്റി വെക്കുക. വേറെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. കശുവണ്ടി പരിപ്പും നമുക്ക് അളവൊന്നുമില്ല, അത്യാവശ്യം ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ കൂടി പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ആണ്. റവയൊന്ന് ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായി കിട്ടണം, അത്രയേ ഉള്ളൂ കേട്ടോ. നെയ്യിലൊന്ന് മിക്സ് ആയിട്ട് വരണം. ഇതാ ഈ ഒരു രീതിക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കുക. റവ 2 ടേബിൾ സ്പൂൺ റവ കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ കണ്ടോ, ഈ ഒരു രീതിക്ക് വരണേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ഞാനൊരു 500 ഗ്രാം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ക്യാരറ്റ് ഈ ഒരു രീതിക്ക് വേണം ഗ്രേറ്റ് ചെയ്യാനേ. ഈ ഒരു രീതിക്ക് തന്നെ വേണം. ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ക്യാരറ്റും റവയും കൂടെ നന്നായിട്ട് നെയ്യിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴൊക്കെ തീ ഒരു മീഡിയത്തിൽ വെക്കണേ, ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഈ ഒരു രീതിയിൽ ക്യാരറ്റും റവയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അരമുറി തേങ്ങയാണ്. അരമുറി ആവശ്യമുള്ളൂ. തേങ്ങ ചിരകിയത് ഒരു അരമുറി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഇത്രയും എടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഈ ഒരു രീതിക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അത് നന്നായിട്ട് തേങ്ങയും ക്യാരറ്റും റവയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുറച്ചൊന്ന് കുക്കായി വരണം. ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആയി വരണം കേട്ടോ. ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഈ തേങ്ങയും റവയും എല്ലാം നെയ്യിൽ കിടന്നിട്ടൊന്ന് കുക്കാവണല്ലോ. ഒരു 2-3 മിനിറ്റ് മതിയാവും ഒന്ന് മൂടി വെക്കുക. ഞാനൊരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോൾ അത്യാവശ്യം കുക്കായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് ആയിട്ടുണ്ട്. തേങ്ങയും റവയെല്ലാം നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. തേങ്ങയുടെയൊക്കെ ആ ഒരു നല്ല മണം നെയ്യിൽ കിടന്നിട്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. മധുരമൊക്കെ എല്ലാവരുടെയും ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് അത്യാവശ്യം മധുരമുള്ളതാണല്ലോ, പിന്നെ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ആണല്ലോ, അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുമല്ലോ നമ്മുടെ ലഡുവിന്. അപ്പോൾ ഏലക്കായ് പഞ്ചസാര ചേർത്തിട്ട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണും കൂടി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണ്ട. ഏകദേശം നമ്മുടെ ആ മിശ്രിതം നന്നായി വന്നിട്ടുണ്ട്. നമ്മുടെ ലഡു ഉരുട്ടാൻ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്താൽ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കണ്ടോ, ഇപ്പൊ തന്നെ ആ ലഡുയുടെ ആ ഒരു കൂട്ട് റെഡിയായി വന്ന കണ്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. നമുക്ക് ഉരുട്ടാനൊക്കെ പാകത്തിന്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഫ്ലെയിം ഇനി ഓഫ് ചെയ്യാം. റെഡി ആയി വന്നല്ലോ. ഇനി നമുക്കിത് ഇളം ചൂടോടെയാണ് നമുക്ക് ഉരുട്ടാൻ പറ്റും. നല്ല ചൂടിൽ കഴിയില്ലല്ലോ. ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വാങ്ങി പാത്രത്തിലേക്ക്, ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു അത്യാവശ്യം ചെറുതായിട്ടൊന്ന് തണുക്കണേ. നല്ലോണം തണുക്കേണ്ട ആവശ്യം, നമുക്ക് ഉരുട്ടാൻ പാകത്തിനുള്ള ചൂടൊന്ന് തണിഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ. നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ലഡു ആണ്. അത്യാവശ്യം ഹെൽത്തി എന്ന് പറയാം. ക്യാരറ്റ് അത്യാവശ്യം ഹെൽത്തിയാണ്, പിന്നെ മധുരമൊക്കെ ചേർക്കുന്നത് കുഴപ്പമില്ല. അത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ലഡു. അപ്പൊ ഇത് അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഈ ഒരു രീതിക്ക് നമ്മുടെ ലഡു ഉരുട്ടി എടുക്കാം. കണ്ടോ,
ഈ ഒരു രീതിക്ക് കണ്ട നല്ലോണം ഉരുണ്ട് വരുന്നില്ലേ, കറക്റ്റ് പാകമാണ്. എല്ലാം നന്നായിട്ട് റൗണ്ടായി വന്നിട്ടുണ്ട്. നമ്മുടെ ലഡു കണ്ടോ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു സ്വീറ്റൊക്കെ കഴിക്കണം തോന്നുമ്പോൾ ഇങ്ങനെ റെഡിയാക്കി നോക്കുക കേട്ടോ. ഗസ്റ്റിനും കൊടുക്കാം, അടിപൊളിയായിരിക്കും. ഈ ഒരു രീതിക്ക് നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കണം. നല്ലോണം റൗണ്ട് നല്ലോണം ഉരുട്ടിയെടുക്കാൻ പറ്റും. ആ ഒരു രീതിക്ക് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ക്യാരറ്റും തേങ്ങയും റവ പോലും നമ്മൾ അത്യാവശ്യം ഇങ്ങനെ കുക്കാക്കി എടുക്കുന്നത് കൊണ്ട് നല്ലോണം ഉരുട്ടാൻ കഴിയും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഉരുട്ടിയിട്ട് എല്ലാം നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടി വെക്കട്ടെ. ഈ ഒരു രീതിക്ക് എല്ലാം ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കശുവണ്ടി പരിപ്പ് ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടേ. കണ്ടോ, അത്യാവശ്യം കുറച്ചൊരു ഭംഗിയില്ലേ. നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഒരു ഭംഗി കിടന്നോട്ടെ. അതിന് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പിനെ ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ക്യാരറ്റ് ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും റെഡിയാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ്. കഴിച്ചു നോക്കിയാൽ പിന്നെ മതിയാവില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും എന്തായാലും ഇഷ്ടാവും ഈ ക്യാരറ്റ് ലഡു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.